different combinations and permutations of food ingredients. That is what is called cooking. പാചകം എന്ന് പറഞ്ഞാൽ പലവിധ ഭക്ഷണ സാമഗ്രികളുടെയും സങ്കലനമാണ്. അത് ഏത് രീതിയിൽ നമ്മൾ സംയോജിപ്പിക്കുന്നു അതിലാണ് അതിൻ്റെ രുചി. എന്നാൽ ആരോഗ്യത്തിന് കൂടെ പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പാചകമായാലോ, അതിനല്ലേ കൂടുതൽ പ്രസക്തി. അങ്ങനെയുള്ളൊരു ഹെൽത്ത് കുക്കറി കോൺടെസ്റ്റാണ് നമ്മളിവിടെ ചെയ്യുന്നത് വനിതാരത്നം കണ്ടസ്റ്റൻസിന് വേണ്ടി. അപ്പോൾ ഇന്നത്തെ എൻ്റെ കൂടെ ഇവിടെ ചേരുന്ന വനിതാരത്നം കണ്ടസ്റ്റൻ്റ് പേര് മോളികൃഷ്ണയാണ്. മോളികൃഷ്ണയ്ക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നേരിട്ട് നമ്മുടെ ടാസ്കിലേക്ക് കിടക്കാം. അപ്പോൾ മോളിക്ക് എന്താണ് കിട്ടുന്നതെന്ന് നോക്കാം. ഇത് ചിക്കൻ മസാല. ഓക്കെ, കൊള്ളാം, വളരെ സിമ്പിളല്ലേ. ചിക്കൻ മസാല അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റ്, അങ്ങനെ കുറച്ച് ഗ്രേവി ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് റോസ്റ്റ്. കറി എന്ന് പറയുമ്പോൾ ലൂസായിരിക്കും. ദാറ്റ്സ് ഓൺലി ദ ഡിഫറൻസ്. ഓക്കെ, ചിക്കൻ മസാലയാണ്. നമുക്കതിന് വേണ്ട സാധനങ്ങൾ ആദ്യം എടുക്കാം. ഫസ്റ്റ് തന്നെ ചിക്കനാണ് വേണ്ടത്. പിന്നെ കുരുമുളക് പൊടി എടുക്കാം, മുളക് പൊടി എടുക്കാം, മഞ്ഞൾപ്പൊടി, സവാള വേണം. നമുക്ക് ആദ്യം നമ്മുടെ ചിക്കനെ എന്ത് ചെയ്യാം, വേവിക്കാൻ വയ്ക്കാം. കുറച്ച് ടൈമല്ലേ ഉള്ളൂ. ചിക്കനിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് പോയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഒന്ന് പിഴിഞ്ഞിടുന്നത്. ചിക്കനിലേക്കുള്ള എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഇടാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യാം. ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം നമുക്ക് ഇതിൽ ഒഴിച്ചു. ആ സമയം കൊണ്ട് നമുക്ക് മസാല ഉണ്ടാക്കാനുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മറ്റു സാധനങ്ങളും റെഡിയാക്കാം. ഇതൊന്ന് പേസ്റ്റ് ആവാനായിട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചു. കുറച്ച് ചെറിയുള്ളിയും കൂടെ ചേർക്കാം. ചെറിയുള്ളി കൊളസ്ട്രോളിനൊക്കെ ഒരുപാട് ഗുണമായിട്ടുള്ള ആയതുകൊണ്ട് കുറച്ച് ചെറിയുള്ളി കൂടെ അരിഞ്ഞിട്ട് ചേർക്കാം. നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ഇതിൻ്റെ മസാലയ്ക്കുള്ള റെഡിയാക്കാം. കുരുമുളക് പൊടി നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിലും അല്പം കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടിയും നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം ഫസ്റ്റിൽ. വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി വഴറ്റാനുള്ള കൊളസ്ട്രോൾ കുറയ്ക്കാൻ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. കുറച്ച് മാത്രമേ, ഒരു സ്പൂണേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ഏകദേശം വെന്തിട്ടുണ്ടെന്നാണ്. നമുക്കത് ഓഫ് ചെയ്തിടാം. ബാക്കി നമുക്ക് മസാല ചേർത്ത് കഴിക്കാം.
ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് പറയാൻ നമുക്ക് മാമിനെ വിളിക്കാം. എങ്ങനെയായിരുന്നു? ബുദ്ധിമുട്ട് തോന്നി? ഇല്ല, ചിക്കൻ ചെയ്തിട്ടുണ്ടോ? ചെയ്യാറുണ്ട് നേരത്തെ. വേറെ തന്നെ മോഡൽ റോസ്റ്റ് ചെയ്തിട്ടില്ല? ചെയ്തിട്ടില്ല. തന്നെ മനസ്സിലാക്കി ചെയ്തതാണല്ലേ? എല്ലാം പ്രൊസീജിയർ ഓൾമോസ്റ്റ് കറക്റ്റാണ്. പക്ഷേ നമ്മൾ ആദ്യം ഇങ്ങനെ ചിക്കൻ പിഴിഞ്ഞെടുത്തിട്ട് വീണ്ടും ചിക്കൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് ലാസ്റ്റ് ഡ്രൈ പോയാലോ എന്ന് ചോദിച്ചു. കുറച്ചൊരു നനവ് എനിക്ക് ഇഷ്ടം. ചിക്കൻ ഭയങ്കര അല്ല, ആക്ച്വലി ചിക്കൻ ഡസൻ നീഡ് വാട്ടർ ബിക്കോസ് അതിനകത്ത് ഇറ്റ് കണ്ടെയ്ൻസ് ലോട്ട്സ് ഓഫ് വാട്ടർ. അപ്പോൾ നമുക്ക് ഇപ്പോൾ സാധാരണ ഗതിയിൽ ഇങ്ങനെ റോസ്റ്റൊക്കെ വരുമ്പം ആസ് വെൽ ആസ് പോസിബിൾ ട്രൈ ടു അവോയ്ഡ് ദ ഇൻഫ്ലോ ഓഫ് വാട്ടർ. ഇതിനകത്തുള്ള വെള്ളത്തിൽ അത് അരപ്പ് പുരട്ടി വെച്ചാൽ ആ വെള്ളത്തിൽ തന്നെ അങ്ങ് കുക്കാവും. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെ പിന്നെ അത്രയും വറ്റിക്കണം, എല്ലാം എടുത്ത് കളഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, കൊള്ളാം, നല്ല കളറാണ്. പ്രസൻറ്റേഷൻ ഈസ് ഓക്കെ, നോ പ്രോബ്ലം. പിന്നെ ഒത്തിരി ക്രൗഡഡ് ആക്കേണ്ട കാര്യമില്ല കേട്ടോ. അവിടെ ഇവിടെ എല്ലാം കൂടെ എടുത്തിട്ട് കഴിഞ്ഞാൽ മെസ്സായി പോകും. പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. റോസ്റ്റിലൊക്കെ ചിക്കൻ്റെ കൺസിസ്റ്റൻസി കൗൺസിലോട്ട് അത് ഹാർഡാവുന്നു നോക്കേണ്ട ഒരു ആവശ്യമുണ്ട്. റോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ഫ്രൈ ചെയ്യുന്ന പോലല്ലേ. കൊള്ളാം, പക്ഷെ കുറച്ച് ഉപ്പ് മുകളിലേക്കായിപ്പോയി. ഗ്രേവിക്ക് ഉപ്പ് കുറച്ച്. എരിവ് ഒക്കെയാണ്, നോ പ്രോബ്ലം. ടേസ്റ്റ് ഉണ്ട്, നന്നായിരിക്കുന്നു. പക്ഷെ ലേശം ഉപ്പ് മുകളിലായി. ബിക്കോസ് അതൊരു കാര്യം ഓർക്കേണ്ടത്, ചിക്കൻ എന്ന് പറയുന്ന മീറ്റിൽ കണ്ടെയ്ൻസ് ലോട്ട്സ് ഓഫ് സോഡിയം. ചിക്കൻ ആൻഡ് ഓൾസോ ഫിഷ്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കൊഞ്ച്, കണവ, ഇതിനകത്തൊക്കെ സോഡിയം കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഉപ്പിടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അതിൽ വളരെ ഒരു പൊടി ഉപ്പ് മുകളിലോട്ടായി കഴിഞ്ഞാൽ എക്സസ് ആയിട്ട് തോന്നും, അത്രേ ഉള്ളൂ. ചിലപ്പം മോള് ഇട്ടത് കറക്റ്റായിരിക്കും, ചിക്കൻ്റെ അകത്തുള്ള സോഡിയം കൊണ്ടായിരിക്കാം. ഓക്കെ, എന്തായാലും നന്നായിരിക്കുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഓൾ ദി ബെസ്റ്റ്. മാർക്ക് നിങ്ങൾക്ക് ഫ്ലോറിൽ അറിയാം.